എറണാകുളത്ത് കഴിഞ്ഞ ദിവസം ഒരു അത്യാഡംബര കാർ ലോറിയിൽ നിന്ന് ഇറക്കുന്നതിനിടെ അപകടത്തിൽപ്പെട്ട് ദാരുണമായൊരു അപകടം, ഒരു അന്ത്യമുണ്ടായി. മട്ടാഞ്ചേരി സ്വദേശി റോഷൻ സേവ്യറാണ് മരിച്ചത്. അത് സംഭവം, ഈ വാഹനം ഇത് 4 കോടിയുടെ അടുത്ത് വില വരുന്ന റേഞ്ച് റോവർ വാഹനമാണ്. ഇത് ഞായറാഴ്ച രാത്രിയിൽ ലോഡ് ഇറക്കുന്നതിനിടയിൽ റിവേഴ്സ് വന്ന് ഇടിക്കുകയായിരുന്നു. ഇതിൻ്റെ ടയറൊക്കെ കണ്ടാലറിയാം, ടോട്ടൽ ലോസ് ആയിരിക്കുകയാണ് വാഹനം. 4 ടയറുകളും പൂർണ്ണമായും തകർന്ന് അടിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ വണ്ടിയുടെ ഫ്രണ്ടും ബാക്കും ഒരേപോലെ അപകടത്തിൽപ്പെട്ട് നശിച്ചിരിക്കുകയാണ്. ഇത് സംഭവിച്ചത് ഇങ്ങനെ ലോഡ് ഇറക്കാൻ നേരത്തെ യൂണിയൻ തൊഴിലാളികളെയാണ് ഇതിനെ ഏർപ്പെടുത്താറ്. അവർക്കാണ് ഇതിനുള്ള അവകാശമുള്ളത്. പക്ഷേ സ്ഥിരമായി പരിചയസമ്പന്നരായിട്ടുള്ള അല്ലെങ്കിൽ സ്ഥിരം ഇറക്കുന്നവരാണ് ഇറക്കിയതെന്നുള്ളതാണ് കമ്പനി അധികൃതർ പറയുന്നത്. പക്ഷേ നമുക്കറിയാം, ഈ വാഹനം ഇറക്കുകയും ഈ റോഷൻ മാത്രമല്ല, കൂടി ഒരു അനീഷും ഉണ്ടായിരുന്നു. അൻഷാദ് എന്ന് പറഞ്ഞ ആളാണ് വാഹനം ഓടിക്കാൻ വേണ്ടി വാഹനം ഇറക്കിയത്. ഈ ഇറക്കുമ്പോൾ ഈ വാഹനം നിയന്ത്രണം വിട്ട ശേഷം ഇടിച്ചെങ്കിലും വളരെ ശക്തിയായി ഇടിച്ചു എന്നുള്ളതാണ്. ഇവിടെ നിന്ന 2 പോസ്റ്റുകളും ഇടിച്ചു തകർത്താണ് വാഹനം നിന്നത്. അതിൻ്റെ അർത്ഥം വാഹനത്തിന് നിയന്ത്രണം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് പ്രധാനമായിട്ടും അനുമാനിക്കുന്നത്. ഇത്തരം വാഹനങ്ങൾ നമുക്കറിയാം, ഇത് ഒരു വിമാനത്തിൻ്റെ കോക്പിറ്റ് പോലാണ് ഇത്തരം ആധുനിക വാഹനങ്ങളുടെ ഉൾവശം എന്ന് പറയുന്നത്. കൃത്യമായ ധാരണയില്ലെങ്കിൽ ഇത് വാഹനം ഇറക്കാനും ഓടിക്കാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ഇത് പരിചയസമ്പന്നത അല്ലാത്ത അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കാര്യമായ ധാരണയില്ലാത്തവർ ഓടിച്ചാൽ അപകടത്തിൽപ്പെടുന്ന ഒരു പ്രശ്നം സാധാരണഗതിയിൽ തന്നെയുണ്ട്. കാരണം നമുക്കറിയാം, സാധാരണ വാഹനങ്ങൾ ഓടിക്കുന്നതും ഓട്ടോമാറ്റിക് വാഹനങ്ങൾ ഓടിക്കുന്നതും ഇലക്ട്രിക് വാഹനങ്ങൾ ഓടിക്കുന്നതും ഒക്കെ തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഈ ആധുനിക വാഹനങ്ങളിൽ ഒരുപാട് സൗകര്യങ്ങളും ഒരുപാട് ഫങ്ഷൻസും ഒരുപാട് അപ്ഡേഷൻസും ഉണ്ട്. അത് കമ്പനി കൃത്യമായി തന്നെ ഇത്തരം വാഹനങ്ങൾ ഓടിക്കുന്നതിന് ചില പരിശീലനങ്ങൾ പോലും നൽകാറുണ്ട്. എന്തായാലും ദാരുണമായൊരു സംഭവം ഉണ്ടായിരുന്നു. ഇക്കാര്യത്തിൽ ഇനിയുള്ള നടപടികൾ എന്താണെന്ന് വെച്ചാൽ, ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ഇത്തരം വാഹനങ്ങൾ ഇറക്കുമ്പോൾ കൃത്യമായ പരിശീലനം നൽകി മാത്രമേ ഇറക്കുന്ന സംവിധാനത്തിലേക്ക് ഉണ്ടാകാൻ പാടുള്ളൂ എന്നുള്ള കാര്യമാണ് പ്രത്യേകിച്ച് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഉയരുന്ന ഒരു കാര്യം. കാരണം വലിയ വില കൂടിയ വാഹനമാണ്. 4 കോടി രൂപയാണ് ഈ വാഹനത്തിൻ്റെ വിലയായി പറയുന്നത്. ഇതിൻ്റെ ബേസ് മോഡൽ തന്നെ 2 കോടിയിലേക്കാണ് തുടങ്ങുന്നത്. ഇങ്ങനെ വിവിധ ഷോറൂമുകളിൽ ഇത്തരം വാഹനങ്ങൾ ഇറക്കുന്നത് നിലവിൽ ഇത്തരത്തിൽ യൂണിയനിൽപ്പെട്ട ആളുകളാണ്. ഇവർക്ക് പരിശീലനം കൃത്യമായി കിട്ടുന്നില്ലെന്നും എന്നാൽ ഇവരുടെ അവകാശങ്ങൾ ആയതിനാൽ ഇത്തരം വാഹനങ്ങൾ ഇറക്കാനുള്ള ഒരു അവകാശം അവർക്കായി കൊടുക്കുന്നുവെന്നുമാണ് പറയുന്നത്. വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അൻഷാദിനെതിരെ പാലാരിവട്ടം പോലീസ് കേസെടുത്തിട്ടുണ്ട്. വിവിധ വകുപ്പുകൾ പ്രകാരം കേസെടുത്തിട്ടുണ്ട്. വാഹനം എന്തായാലും ഇപ്പോൾ ടോട്ടൽ ലോസ് എന്നുള്ള അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. ഈ വാഹനം ഉപയോഗിക്കാൻ സാധിക്കാത്ത രീതിയിൽ തകർന്നു കഴിഞ്ഞിരിക്കുന്നു.